അപ്പോൾ എത്ര എന്താ പറയുക നോൺ വെജ് ചെയ്താലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചില നാടൻ വിഭവങ്ങളും പിന്നെന്താ പറയുക വെജിറ്റേറിയൻ ഐറ്റംസും മധുര പലഹാരങ്ങളും ഒക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഇന്നൊരു നാടനിലാണ് തുടങ്ങുന്നത്. അതായത് ഇപ്പോൾ ചക്കയുടെ സീസണാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ചില സ്ഥലത്തൊക്കെ ചക്ക കിട്ടുന്നുണ്ട്. എന്നാലും എനിക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചക്ക കൊണ്ട് ഞാനൊരു വിഭവമാണ് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചക്ക കിണ്ണത്തപ്പം. അപ്പോൾ കിണ്ണത്തപ്പം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കിണ്ണത്തിനകത്താണ് ഉണ്ടാക്കേണ്ടത്, ഒരു പ്ലേറ്റ് പോലെ ഒരു തട്ടത്തിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന പ്ലേറ്റ് വെച്ചല്ല ഞാൻ ചെയ്യുന്നത്. അതിന് പകരം കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് നമ്മളൊരു ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് കിണ്ണത്തപ്പം തയ്യാറാക്കാൻ പോകും. അപ്പോൾ ചക്ക കിണ്ണത്തപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നന്നായി പഴുത്ത വരിക്കച്ചക്ക ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് 3 കപ്പ്, ഗോതമ്പ് മാവ് 1.5 മുതൽ 2 കപ്പ് വരെ ആകാം, ശർക്കര ചീകിയത് 1.5 മുതൽ 2 കപ്പ് വരെ ആകാം, 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കണം, തേങ്ങ ചിരകിയത് 1 കപ്പ്, ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ, നെയ്യ് 1.5 ടേബിൾ സ്പൂൺ, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം, കിസ്മിസ് 50 ഗ്രാം. അപ്പം നമ്മളുടെ ചക്ക കിണ്ണത്തപ്പത്തിൻ്റെ പരിപാടി തുടങ്ങാം. ഒരു നല്ല മധുരമുള്ള വരിക്കച്ചക്ക എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അതിൽ നിന്നും കഷ്ണങ്ങൾ എടുത്തിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 3 കപ്പ് മെഷർമെൻ്റ് ആണെങ്കിൽ 240 ml 3 കപ്പ് അളന്ന് റെഡിയാക്കി വെച്ചു. ഇനി ഇതിനെ കുറച്ച് ശർക്കര ഉരുക്കണം. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് ഇതിപ്പോൾ 1 കപ്പ് ശർക്കര ചീകിയതാണ്. ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ മധുരം കുറഞ്ഞ ചക്കയാണെങ്കിൽ അതനുസരിച്ചിട്ട് ശർക്കരയുടെ അളവ് കൂട്ടുകയൊക്കെ ചെയ്യാം. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇത് വെള്ള ശർക്കരയാണ്, വലിയ കളർഫുൾ ആയിരിക്കില്ല, പക്ഷേ കുറച്ചുകൂടെ നീറ്റ് ആൻഡ് ക്ലീനാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതൊന്ന് ഉരുക്കി ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാൻ മതി. ശർക്കര നന്നായിട്ട് ഉരുക്കി നല്ല പതഞ്ഞ് വരുന്നു. പക്ഷെ നമുക്ക് ഒരു നൂൽ പാകൊന്നും ഇപ്പോൾ ആകണ്ട, നമുക്ക് അരിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രം വയ്ക്കും, കുറച്ചുകൂടി ചൂട് കട്ടിയുള്ള ഒരു പാത്രം. ഇനി ഇതിലേക്കാണ് ഓരോന്നോരോന്നായിട്ട് ചേർക്കാൻ പോകുന്നത്. അതായത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം ഒഴിക്കാം. 1-1.5 ടേബിൾ സ്പൂൺ ആകാം. നെയ്യ് ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും, അത് നമ്മുടെ ഇഷ്ടത്തിനാകാം. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ, എൻ്റെ 25 ഗ്രാംസേ ഇടുന്നുള്ളൂ. ആദ്യമേ തന്നെ ഇത് ചെറുതായി ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമ്മളിതിലേക്ക് ചക്കയുടെ പീസസും കൂടി ചേർക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കിസ്മിസും ചെറുതായി ഒന്ന് മൂത്ത് തുടങ്ങുന്നു. ഇത് നെയ്യാണ് കേട്ടോ, നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും ആകാം. ഇതിപ്പോൾ 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിരുന്നു. ഇതിലേക്കാണ് ചക്കയുടെ ചെറുതായി അരിഞ്ഞ് ചക്കയുടെ പീസസ്. ഇത് വരിക്കച്ചക്ക, നല്ല മധുരമുള്ള ചക്ക, തേൻ വരിക്ക എന്നൊക്കെ പറയില്ല, ഏതാണ്ട് അതുപോലെ ആയിരുന്നു അതിൻ്റെ മധുരം. ചെറിയ ഫൈനലി ചോപ്പ് എന്ന് പറയണ്ട, ഇങ്ങനെ ഈ രീതിയിലായാലും മതി. കുഞ്ഞു ചെറുത കഷ്ണങ്ങളായിട്ട് മുറിക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം ആദ്യം. അപ്പോൾ ഏകദേശം ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ഇങ്ങനെ വഴറ്റാം. അത് കഴിഞ്ഞു ഒന്ന് വാടി തുടങ്ങി, നല്ല മണം, രക്ഷയില്ലാത്ത മണം. ആ പഴുത്ത ചക്ക ഇങ്ങനെ നെയ്യിൽ മൂത്ത് കിട്ടുമ്പോൾ ഇനിയാണ് ഇതിനകത്തേക്ക് ഉരുക്കിയ ശർക്കര. എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ അരിപ്പിൽ അതിലുണ്ടാവും. അങ്ങനെയാണ് അരിച്ചൊഴിക്കുന്നതിൻ്റെ. ഇനി ശർക്കരയിൽ കിടന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് വരണ്ട് വരും. ഒരു കാര്യം ചെയ്യാം, ഈ ഒരു സമയത്ത് തന്നെ ഏകദേശം ഇങ്ങനെ ഹാഫ് വേ ആകുമ്പോൾ തേങ്ങ ചിരകിയത് 1 കപ്പ് കൂടുതലുണ്ട്, നിറച്ചെടുക്കും. ഇനി കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3/4 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. പിന്നെ ഇതൊരു ആവറേജ് മധുരമാണ്, ഞാൻ ശർക്കര ഒരുപാടൊന്നും ചേർത്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി ശർക്കര കുറച്ചുകൂടി സ്വീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 കപ്പ് എന്നുള്ളത് 2 കപ്പ് വരെ ആകാം, 1.5 മുതൽ 2 കപ്പ് വരെ. ഇതൊന്നുകൂടി ഒന്ന് വരണ്ട് വരട്ടെ. ഇപ്പം നന്നായിട്ട് വരണ്ട് കഴിഞ്ഞു. ചക്കയും തേങ്ങയും ശർക്കരയും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു കോമ്പിനേഷൻ. നെയ്യുടെ മണവുമുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഏലക്കാപ്പൊടി എല്ലാം വന്നിട്ടുണ്ട്. ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. മധുരമാണെങ്കിൽ നമ്മളെപ്പോഴും ഒരു അല്പം ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. കുറച്ച് 1 നുള്ളുപ്പ് ഇതുകൂടി ചേർത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ വരണ്ട കാര്യത്തിലേക്ക് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കുറച്ച് വയ്ക്കും. അത് കുറച്ചുകൂടി ഒന്ന് ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് വരും. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് തിളയ്ക്കണം. ഇത് ഏതാണ്ടായി കഴിഞ്ഞു.
ഇനി ഒരല്പം തണുക്കാനായിട്ട് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കുക. അത്രേ ഉള്ളൂ. നോക്കിയാൽ എല്ലാം കൂടി കിടന്നിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഈ ഒരു പാകത്തിനാകും. അപ്പോൾ മധുരം ഞാൻ പറഞ്ഞല്ലോ, ശർക്കര ഞാൻ ഒരു കപ്പ് നിറച്ചെടുത്തു, കുമിച്ചെടുത്തു. ഏതാണ്ട് 1.25 വരെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അത് നിങ്ങൾക്ക് മധുരം അനുസരിച്ചിട്ട് 1.5 or 2 കപ്പ് ശർക്കര ചേർക്കാം, പ്രശ്നമൊന്നുമില്ല. ഈ ഒരു കണ്ടീഷനിലായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട്, അപ്പോൾ നല്ല വരണ്ട് കഴിഞ്ഞിട്ടാണ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇച്ചിരി ഒന്ന് ലൂസാക്കി വെക്കുന്നത്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഒരല്പം തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് മാവിടുന്നത്. അപ്പോൾ മാവ് അരിമാവിലും ചെയ്യാം, ഗോതമ്പ് മാവിലും ചെയ്യാം. ഞാനിപ്പോൾ ഗോതമ്പ് മാവാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആവശ്യാനുസരണം ഇട്ടിട്ട് ആ ഒരു പാകം നമുക്കൊന്ന് ഇച്ചിരി സെമി ലൂസായിട്ട് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതൊന്ന് റെഡിയാകട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. ഇപ്പോൾ നമ്മുടെ ചക്കയുടെ മിക്സ്, അതായത് ആ കൂട്ട് റെഡിയായി കഴിഞ്ഞു. അത് ഏകദേശം തണുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്കാണ് ഗോതമ്പ് മാവ് ചേർക്കാൻ പോകുന്നു. ആവശ്യാനുസരണം ചേർക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്കിത് കുറച്ച് ഓവർ ടൈറ്റായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർക്കാം. പിന്നെ ചൂടുവെള്ളം വേണ്ട, ചൂടുവെള്ളം തണുപ്പിച്ചിട്ട് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് ഗോതമ്പ് മാവാണ് ഇത് ഇപ്പോൾ ചേർത്തത്. ഇനി നമ്മൾ വീണ്ടും കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിങ്ങനെ തവി കൊണ്ട് കോരി ഒഴിക്കാൻ പറ്റുന്നൊരു പാകം, അതാണ് വേണ്ടത്. ഇപ്പം നമ്മൾ എന്താ പറയുക, ഇഡ്ഡലിയൊക്കെ കോരി ഒഴിക്കില്ലേ, അതുപോലെ കോരി ഒഴിക്കാം. ഇഡ്ഡലി തട്ടിലാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളൊരു പക്ഷേ ഇലയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇച്ചിരി ആദ്യം എടുത്ത ഒരു പാകം തന്നെ ധാരാളം മതിയാകും, വെള്ളം വേണ്ട. പിന്നെ പ്ലേറ്റിലാണ് ചെയ്യുന്നതെങ്കിലും കിണ്ണത്തപ്പത്തിൻ്റെ ആ സ്റ്റൈലിൽ പ്ലേറ്റ് ചെയ്യുകയാണെങ്കിലും കുറച്ച് ലൂസായിട്ട്, ഇത്രയൊക്കെ ലൂസായിട്ട് ഈ ഒരു പാകം ഓക്കെയാണ്. അപ്പോൾ ചക്കയുടെ ടേസ്റ്റാണ് കയറി നിൽക്കാൻ പോകണം. 3 കപ്പ് ചക്ക അരിഞ്ഞതുണ്ട്. മൈദ മാവ് വെച്ച് 1 കപ്പേ ചേർത്തിട്ടുള്ളൂ. ഇനിയാണ് അടുത്ത പരിപാടി. നമുക്കിനി ഇഡലി തട്ടെല്ലാം ഇതുകൊണ്ട് നിറയ്ക്കാം. ഇഡലി പാത്രത്തിൻ്റെ തട്ടെടുക്കുന്നു, ഇച്ചിരി നെയ്യ് തടവാം. ഓപ്ഷനല്ലാണ് കേട്ടോ, ഒരു തട്ടത്തിൽ വെക്കുകയാണെങ്കിൽ കിണ്ണത്തപ്പമായി. പിന്നെ നമ്മൾ മുറിച്ചെടുത്താൽ മതി. ഇതാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഇഡ്ഡലി പോലെ കൊടുക്കാം. ഈ കിണ്ണത്തപ്പം പകുതിയായിരിക്കും. ഇനി ഇതിലേക്ക് മാവ് കോരി വയ്ക്കും. അപ്പോൾ പാത്രത്തിൻ്റെ താഴെ വെള്ളം നിറച്ചിട്ടുണ്ട്. ആ വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ ഇതിൽ ആവി കയറിയിട്ടാണല്ലോ സ്റ്റീം ആ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും അടുപ്പും കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യ് തടവിയ ഓരോ കുഴിക്കകത്തേക്കും ഇതിൻ്റെ മാവ് ഈ കൂട്ട് എടുത്ത് വയ്ക്കാം. ഇതുപോലെ നമുക്കിങ്ങനെ ഇടാൻ പറ്റണം, അതാണ് പാകം. നല്ല ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം നമുക്ക് നമ്പർ ഓഫ് ഈ ഒരു കിണ്ണത്തപ്പം കൂടുതൽ കിട്ടും. അപ്പോൾ ഇതുപോലെ 3 തട്ട് നിറച്ച് ഉണ്ടാക്കാനുണ്ടാവും, അതായത് 5-15 എണ്ണം. ഇനി വെയിറ്റിംഗ് ടൈം ഒരു 15-20 മിനിറ്റ് ആകുമ്പോൾ ഇത് പാകത്തിന് വേകും. ചിലപ്പോൾ 25 മിനിറ്റ്സ് എടുക്കും. എന്തായാലും നോക്കാം. ഇത് റെഡി ആയി വരട്ടെ. അത് വെയിറ്റ് ചെയ്യാം. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. അടപ്പ് തുറന്ന് നോക്കാം. യെസ്, ഏതാണ്ട് റെഡി ആയി കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യട്ടെ. ഇച്ചിരി ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. തണുത്ത് കഴിഞ്ഞിട്ട് ഡിമോൾഡ് ചെയ്താൽ മതി. അല്ലാണ്ട് ഈ ചൂടോടുകൂടി എടുക്കുന്നതിനെക്കാട്ടിലും ഒന്ന് തണുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് സെറ്റാകും. നല്ല മണം. എന്തായാലും ഇതൊന്ന് തണുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ചക്ക കിണ്ണത്തപ്പം ഇഡ്ഡലിയുടെ ഷേപ്പിൽ റെഡി ആയിരിക്കുന്നു. തണുത്ത് കഴിഞ്ഞു. ഇനി ഇത് ഞാൻ ഡിമോൾഡ് ചെയ്യാൻ പോകണം. തണുത്ത് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോഴാണ് ഈസി ആയിട്ട് വരുന്നത്. അങ്ങനെ നമ്മുടെ ചക്ക കിണ്ണത്തപ്പം റെഡി. ഇതിൽ ചക്കയുടെ അളവാണ് ഞാൻ കൂടുതലായിട്ട് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സോഫ്റ്റ് ടെക്സ്ചറാണ്. പക്ഷേ നിങ്ങൾക്കത് കുറച്ചുകൂടി എന്താ പറയുക, മാവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 1 കപ്പ് നിറച്ച് ഗോതമ്പ് മാവാണ് ചേർത്തത്. അത് 1.5 മുതൽ 2 കപ്പ് വരെ ആകാം. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം കൂടുതൽ ചേർക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. ആ ഒരു പ്ലാനിങ്ങോടുകൂടി ചെയ്യാം. പിന്നെ മധുരം ചിലപ്പോൾ ഒരല്പം കൂടി വേണ്ടി വരും, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു കറക്റ്റ് മധുരമാണ്. ഇച്ചിരി കൂടെ കയറി നിൽക്കണം എന്നുണ്ടെങ്കിൽ 2 കപ്പ് ശർക്കര ചേർക്കണം. പിന്നെ അങ്ങനെ 2 കപ്പ് ശർക്കരയാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കപ്പ് ഗോതമ്പ് മാവും ഇതിനകത്ത് ചേർക്കാൻ പറ്റും.
പിന്നെ ഇത് അരിപ്പൊടിയിലും ചെയ്യാം. അപ്പോൾ അത് രണ്ടാണ്. ഇത് കുറച്ചുകൂടി ഒരു സോഫ്റ്റ്വെയർ ടെക്സ്ചർ ആയിരിക്കും. അരിപ്പൊടിയിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വ്യത്യാസമുള്ളൊരു ആ ഒരു പാകമായിരിക്കും ടെക്സ്ചർ. എന്തായാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. രണ്ടാണെങ്കിലും നല്ലതായിരിക്കും. ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും.